അസ്സലാമു അലൈക്കും. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ റജബ് 27 ഒരു നോമ്പ്, ഒരു ബിദഅത്തായ നോമ്പ് ഇവിടെ പല ആളുകളെ കൊണ്ട് എടുപ്പിച്ചിരുന്നു, കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തു വരുന്ന ദിവസത്തിൽ വരുന്ന ഒരു നോമ്പാണ് ഷഅബാൻ 15 ഒരു ബിദഅത്തായ നോമ്പ്. ഇതും ബിദ്അത്താണ് എന്നുള്ളത് തെളിവ് സഹിതം നമ്മൾ നിരത്താറുണ്ട്, പല വീഡിയോകളിലൂടെ അത് പറയാറുണ്ട്. ഈ ഇടയ്ക്ക് എനിക്കൊരു സഹോദരൻ വിളിച്ചിരുന്നു. ഒരു സക്കാഫിയാണ്, സ്വാലിഹ് സക്കാഫിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു കാര്യം സ്വഹാബത്ത് എടുത്താലേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു അമല് അള്ളാൻ്റെ റസൂല് പറഞ്ഞാലേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്നൊക്കെ തരത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. റജബിന്റെ ആ ഒരു ദിവസം അടിസ്ഥാനമാക്കി റജബ് 27 മിറാജ് പോയി എന്നതിന്റെ ആ ഒരു ഓർമ്മയുടെ ഭാഗമായിക്കൊണ്ട് ഏത് സ്വഹാബിയാണ് നോമ്പെടുത്ത് ഉസ്താൻ അറിയോ? അള്ളാഹു സഹാബിയെ നോമ്പ് വിട്ടാലേ നോമ്പ് വെച്ച് അറിഞ്ഞാലേ നോമ്പ് വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങള് മേറാജിന്റെ നോമ്പ് പ്രത്യേകം 60 മാസത്തെ പാപങ്ങൾ ആരാ പുറത്തുതരാ? അല്ല അതല്ല 60 മാസത്തെ പാപങ്ങൾ ആരാ പുറത്തുതരാ? ഈ നോമ്പ് വിൽക്കാൻ പറഞ്ഞോലാ പുറത്തുതരാ, അതോ അള്ളേ പുറത്തുതരാ? അള്ളാഹു പുറത്തുതരും. അള്ളാഹു പുറത്തുതരുമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിലച്ചു പോയിട്ടുണ്ട് ഉസ്താദേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഒരു സ്വഹാബി സ്വീകരിച്ചില്ല, ഒരു താബി സ്വീകരിച്ചില്ല, ഒരു തബഉ താബി സ്വീകരിച്ചില്ല എന്ന് പറയാനുള്ള മനക്കെട്ടി എനിക്കില്ല. ഞാൻ അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ഉപ്പുംചാക്കിലെ പഞ്ചസാര എല്ലാം ഉസ്താദ് ചിന്തിക്കും. ഒരു സ്വഹാബി അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ റസൂലുള്ളാഹിനെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി, അതൊന്നും ഉസ്താദിനെ ഞാൻ പറഞ്ഞു തരണ്ട, ഉസ്താദ് പഠിച്ചത്. ഉസ്താദ് അത്രയേറെ നമ്മൾ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ സ്നേഹിച്ചിട്ടുള്ളവരാണ് സ്വഹാബത്തെ കിറാം. ആ സ്വഹാബത്ത് സ്വീകരിക്കാത്ത നമ്മൾ എടുക്കണം ഉസ്താദ്. ഈ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ സക്കാഫിമാരിൽ ഏറ്റവും, ഞാൻ കണ്ട സക്കാഫിമാരിൽ ഏറ്റവും മാന്യനാണ്. പറയും 27, 28, 29 അതെല്ലാം ഇവിടുത്തെ വിഷയം. നോക്കാണ് നമ്മളത് മുടക്കണോ? അങ്ങനെ ഒരിക്കലും മുടക്കരുത്. നിങ്ങളെ അന്ന് നോമ്പ് വലിക്കാൻ സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച് സുന്നത്തുണ്ട്, ഏതായാലും ഓൾറെഡി സുന്നത്ത് അവിടെ ഉണ്ട്. 60 മാസം എന്നുള്ള ആ സുന്നത്താണോ നിങ്ങൾ പറയണേ? ആ സുന്നത്ത് ഉണ്ടോ ഇല്ല നടക്കട്ടെ, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. അത് പറയണതേ പ്രശ്നമുള്ളൂ ഉസ്താ. അപ്പൊ 27 നോമ്പ് വലിക്കൽ സുന്നത്ത് ഉണ്ട് നിങ്ങൾ നിങ്ങൾ അങ്ങനെ സമ്മതിപ്പിക്കല്ലേ സ്വാലി ഉസ്താദ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ റജബിന്റെ 27 മേറാജിന്റെ നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് 27 നോമ്പ്, ആ നോമ്പ് അങ്ങനെ പറയല്ല. ഇപ്പൊ അങ്ങനെ പറയുമ്പോ എന്തായെന്നറിയോ? അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നിട്ട് നിങ്ങളൊന്നും നോമ്പ് എടുക്കാറുന്ന്? ഞാൻ തിങ്കളാഴ്ച അങ്ങനെ നോമ്പ് വിളിക്കില്ല. നിങ്ങൾ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കരളിന്റെ കരളായിട്ട് സ്നേഹിക്കണില്ല. ലാ യുഅ്മിനു അഹദുക്കും, വീണ്ടും ഞാനൊന്നും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാണ്, അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്റെ കരളിന്റെ കഷ്ണം പോലെ ഞാൻ കൊണ്ടു നടക്കേണ്ട, എന്റെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ എന്റെ ഭാര്യയേക്കാൾ എന്റെ പൊന്നുമക്കളേക്കാൾ ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ട എന്റെ മുത്ത് റസൂല്, ആ മുത്ത് റസൂല് പറഞ്ഞിരിക്കാണ് ഞാൻ ജനിച്ച ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ച, നോമ്പെടുക്ക് എന്ന് പറയുമ്പോ ആ ഉമ്മത്ത് അത് സ്വീകരിക്കണ്ടേ? അത് അല്ല, സുന്നത്താകുമ്പോ നിങ്ങൾ തിങ്കളാഴ്ച എടുക്കണില്ല, നിങ്ങളെ സ്വീകരിക്കില്ല. എന്തിനാണ് ഈ റജബിന്റെ 27 മിറാജ് എന്നും പറഞ്ഞിട്ട് കടിപിടി കൂടുന്നു ഉസ്താ? അത് അല്ല, നമ്മളെ മുടക്കണ്ടെന്നല്ല. സാലി ഉസ്താദിനെയാണോ എനിക്ക് പിന്നെ ട്രൂ കോളറിൽ അങ്ങനെ കിട്ടിയത്? സാലി സക്കാഫി തന്നെയാണോ? സക്കാഫി ഉസ്താദ്, ഇത് അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാവട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കപ്പെടാൻ പോകുന്നത്. ഫാറൂഖ് നഈമി എന്ന് പറയുന്ന ഇവരുടെ ഒരു മുസ്ലിയാർ, അദ്ദേഹം ആ ഒരു വിഷയത്തിൽ മുൻപ് നടത്തിയൊരു പ്രഭാഷണമാണ് ഇവിടെ കാണിക്കാനുള്ളത്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ചിലത് പറയാനുണ്ട്. ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാവൂന്നില്ല. പിന്നെ ആര് ചെയ്താലും പറഞ്ഞാലുമാണ് ഇസ്ലാമാകുക? പറയട്ടെ.
ഒരു കാര്യം സഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല. അപ്പോ പരിശുദ്ധ ഖുർആനില് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമദ്ദീൻ വറളിയതു ലക്കുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആ ഒരു ആയത്തുണ്ടല്ലോ, അത് എടുത്തു കളയേണ്ടി വരൂലേ ഉസ്താദെ, മുസ്ലിയാരെ, ഫാറൂഖ്, നഈമേ അല്ലേ? ഇന്നേ ദിവസം നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നാണ് ആ ആയത്തിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ആ ഹദീസ്? ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ നന്മയുള്ള കാര്യങ്ങൾ അതൊന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് പറയാതെ പോകുന്നില്ല. അതുപോലെ തന്നെ റസൂലുള്ള അതോടൊപ്പം പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ തിന്മയായ കാര്യങ്ങൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ റസൂലുള്ള പറഞ്ഞതിലും അപ്പുറമായിക്കൊണ്ട് കുറേ എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്നല്ലേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്വഹാബത്ത് റസൂലുള്ളയിൽ നിന്നാണ് ദീൻ പഠിച്ചത്. ആ സ്വഹാബത്ത് പൂർണ്ണമായിട്ട് ദീൻ പഠിച്ചിട്ടില്ല എന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുന്നത്? കാര്യം റസൂലുള്ളയും സ്വഹാബത്തും പഠിച്ചതും പറഞ്ഞതും അല്ലാത്ത കുറേ ഇനിയുണ്ട് എന്നുള്ളതല്ലേ നിങ്ങൾ പറയുന്നത്? ഇനി കേട്ടോളൂ. ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ളത്? എങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? തൊള്ളപ്പുട്ട് കേട്ടിട്ട് അതൊക്കെ ഇസ്ലാമാണെന്നും പറഞ്ഞു നടക്കുക. ഇപ്പം ഈ ബറാത്ത് നോമ്പ്, അതുപോലെ തന്നെ റജബിലെ നോമ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി അല്ലാത്ത ജാതി പറയും. ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ. ഇസ്ലാം പ്രമാണമായി പിന്തുണ നൽകണമെങ്കിൽ അതിന് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും തന്നെയാണ് പ്രമാണം. പറ അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്ന് അങ്ങനെയല്ല. ചെയ്തത് ചെയ്യുക എന്നുള്ളത് ഇത്തിബാണ്. എന്നാൽ നബിതങ്ങൾ ചെയ്ത പലതും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഉണ്ട്. അങ്ങനെ വളച്ചത് മൂക്ക് പിടിച്ചിട്ട് തിരുമ്പണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നന്മയായിട്ട് പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യാം. റസൂലുള്ള പറയാത്ത ബിദ്അത്തായിട്ട് കുറേ എണ്ണത്തിലേക്ക് ഇങ്ങനെ കടത്തി കൂട്ടിയ റസൂൽ നമ്മളോട് ഇത് പറയാൻ മറന്നു എന്നോ അല്ലെങ്കിൽ പറഞ്ഞു തരാതെ വഞ്ചിച്ചു എന്നോ അല്ലേ നിങ്ങൾ ഈ പറയണത്? എന്താണ് മൗലിയരെ, കുറേ കിതാബോധിയ ബുദ്ധി പേക്ക് ചെയ്യുക ആണോ? അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. അതെങ്ങനെ? റസൂലുള്ളാന്റെ ഒരു കൗലോ ഫിഅലോ ഇല്ലാതെ പിന്നെ എങ്ങനെ ഇതൊരു അംഗീകാരം ഉണ്ടാകല്? പറയും. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല. എന്ത് പോട്ടപ്പോയത്തൊക്കെ ഇയാൾ ഈ പറയണത്? റസൂലുള്ളാന്റെ കാലത്ത് LCD ഇല്ല, റസൂലിന്റെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലാന്ന്. എന്നിട്ട് നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോണിറ്ററിൽ നോക്കിയിട്ട് കീബോർഡിൽ കൂടി ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് നമുക്ക് ഇങ്ങനെ സെൻഡ് ആക്കിയോന്ന് അങ്ങനെയല്ല. പ്രബോധനത്തിന് അത് സുന്നത്താണോ? ആണോ? പ്രബോധനത്തിന് ഞാനും നിങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇരുന്നിട്ട് ഇങ്ങനെ കലകലകലേന്ന് പറയാറുണ്ടല്ലോ, ഇത് പ്രബോധനത്തിന് പ്രത്യേകം സുന്നത്താ? ഇന്ന് സാഹചര്യം, സൗകര്യം അതനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതൊന്നുമില്ലാതെ പ്രബോധനം ചെയ്യുന്ന ദായിമാരായിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് മൗലിയരെ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതാണോ ബറാത്തിന് നോമ്പെടുക്കണീനോ അല്ലെങ്കിൽ റജബിൽ നോമ്പെടുക്കണീനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിദ്അത്തായിട്ടുള്ള പിഴച്ച ചിന്താഗതിയുമായിട്ട് പിഴച്ച വാദങ്ങളുമായിട്ട് പോകുന്നതിന് തെളിവ്? മോണിറ്റർ, കമ്പ്യൂട്ടർ, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാത്തെയും ആദി അറിയും. സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാം അല്ലാത്തത് ചെയ്യുന്നില്ലേ? അതാണ് കാര്യം. എന്താണ് കാര്യം? ഇവിടെ മുജാഹിദീങ്ങൾ മൈക്ക് എടുക്കണില്ലേ, മുജാഹിദീങ്ങൾ കമ്പ്യൂട്ടർ എടുക്കണില്ലേ, മുജാഹിദീങ്ങൾ പിന്നെ മോണിറ്ററിൽ നോക്കണില്ലേ, ഇതൊക്കെയാണ് പറയണത്. മുജാഹിദീങ്ങൾ ബിദ്അത്തായിട്ട് ഇതിപ്പോൾ സുന്നത്തായിട്ടാണോ? അപ്പോൾ ഈ യൂട്യൂബിൽ നിന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. ദഅവത്താണ് എൻ്റെ ഈ ചാനലിലൂടെ പ്രത്യേകമായിട്ട് ചെയ്യാറുള്ളത്. അതിൽ ഇവരുടെ പിഴച്ച ആ ഒരു പ്രചരണം തന്നെയാണ് നമ്മൾ പൊളിച്ചെടുക്കാറുള്ളതും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രിയമുള്ളവരെ കാര്യങ്ങൾ. ഇനി ഈ മനുഷ്യൻ്റെ ഈ വിടുവായത്തത്തിന് വ്യക്തമായ മറുപടി മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകളിലുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ,
യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു, ഇവിടെ എത്തുന്നു നമ്മുടെ സമുദായം. നബി ചെയ്തോ എന്ന് ചോദിച്ച് ചാടി വരുമ്പോഴേക്ക് ബേജാറാകണ്ട. അപ്പൊ എന്തുണ്ടായിട്ടുണ്ട്? നബി ചെയ്തോ എന്നുള്ള ചോദ്യം നിരന്തരമായി നേരിടുകയാണ്. ആ നേരിടുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആർക്ക്? വലിയ ഹോജാക്കന്മാർക്ക്. ഇവരുടെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ വിട്ടൊരു ചങ്ങായത്. ആലോചിക്കണം, എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം വന്നപ്പോ സഹിക്കുന്നില്ല. അപ്പൊ നബിയെ തള്ളിക്കളഞ്ഞു. നബി പറയണ്ട, നബി പ്രവർത്തിക്കണ്ട, മൗനാനുവാദം നൽകണ്ട. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഉണ്ടായത് നബി പഠിപ്പിക്കാത്ത എന്ത് ഇസ്ലാമിടോ? ഏത് ഇസ്ലാം? നീ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഏത് ഇസ്ലാം? സഹാബികൾ പഠിക്കാത്ത ഏത് ഇസ്ലാം? ആരുടെ ഇസ്ലാമാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ടിവിയും അതുപോലെ മോണിറ്ററും, അതാണോ അത്? ഹദ്ദാദുർ റാത്തീബ് നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ മോണിറ്റർ ഉണ്ടോന്നായോ? ഇവനൊന്നും വിവരല്ലേ? എന്താ ഈ കൗമിന്റെ അവസ്ഥ? ടി കെ ഹംസ വെറുതെ പറഞ്ഞല്ല, ആദാ കൗമുൻ ജാഹിലൂൻ. ഇന്റർവ്യൂല് പറഞ്ഞതാ. എ പി സുന്നിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ? ഖിയാമത്ത് നാൾ വരെ നന്നാവുന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ആദാ ഖൗമുൻ ജാഹിലൂൻ,